പരിശുദ്ധമായ ഇസ്ലാമിലെ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലൊക്കെ വളരെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ നമ്മളേതെങ്കിലും ഒരു വെറുക്കപ്പെടുന്ന കാര്യം, ഒരു മോശമായ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ കഴിയുമെങ്കിൽ ആദ്യം അത് കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ പ്രതിരോധിക്കണം. അതും കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ പുറത്തവിടെ നിന്ന് തിരിഞ്ഞു പോകണമെന്നൊക്കെയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയെന്ന് നബി തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരാളിലേക്ക് ഒരു നന്മ പറഞ്ഞു കൊടുത്ത്, നന്മ പകർന്നു കൊടുത്ത്, ആ നന്മ പകർന്നു കൊടുത്തതിന് ഈ നന്മ പകർന്നു കൊടുത്ത ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യഹ്ദിയ ബികല്ലാഹു റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമറിൻ നിഅമി എന്നാണ്. നീ കാരണം ഒരാൾ സന്മാർഗത്തിലായാൽ, നമ്മൾ ഒരാൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് ചുവന്ന ഒരു കൂട്ടം ഒട്ടകങ്ങളെക്കാൾ ഉത്തമമായതാണ് എന്നാണ്. അതായത് ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലയേറിയ ഒരൊട്ടകമാണ് ചുവന്ന കളറുള്ള ആ ഒരു ഒട്ടകം. ആ ഒട്ടകത്തിന്റെ മൂല്യം എത്രയാണോ അതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് പാരത്രിക ലോകത്ത്. അതായത് ദുനിയാവിലെ ഒരു കൂട്ടം ചുവന്ന ഒട്ടകങ്ങൾ നമ്മൾ വില കെട്ടിയെടുത്താൽ എത്ര വിലയാണോ, നമുക്ക് എത്ര വില മതിക്കും അതിനേക്കാൾ വിലയാണ്, അതിനേക്കാൾ മഹത്വമാണ് നാം കാരണം ഒരാൾ സന്മാർഗത്തിലായാൽ ആ സന്മാർഗത്തിലായ കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ നന്മയുടെ പ്രചാരകരാവുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുക. അത് കേട്ട് അതനുസരിച്ച് ഒരാൾ തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ, അയാൾ നന്മയിലൂടെ മുന്നേറുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞെന്ന ഈ ഒരു വലിയ പ്രതിഫലമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.